കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി, കേന്ദ്ര ഷിപ്പിംഗ് ആൻഡ് പോർട്ട് വാട്ടർവേസ് മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾ, കേന്ദ്രമന്ത്രിമാരായ ശ്രീ സുരേഷ് ഗോപി, ശ്രീ ജോർജ് കുര്യൻ, പിന്നീട് കേരളത്തിലെ പോർട്ട് മിനിസ്റ്റർ, കേരളത്തിലെ ഈ ജില്ലയിൽ തന്നെയുള്ള മന്ത്രിമാരായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി, ശ്രീ ജി ആർ അനിൽ, മത്സ്യ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ശ്രീ സജി ചെറിയാൻ, പിന്നീട് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, എം പിമാരായ ശശി തരൂർ, അഡ്വക്കേറ്റ് അടൂർ പ്രകാശ്, എ എ റഹീം, അഡ്വക്കേറ്റ് എൻ വിൻസെന്റ് MLA, അദാനി ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ ഗൗതം അദാനി, ആരാധ്യയായ മേയർ ആര്യ രാജേന്ദ്രൻ, മുൻ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ, കരൺ അദാനി, ഇത്രയും പേരുടെ പേരാണ് ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലാരൊക്കെ വേദിയിൽ സംസാരിക്കണമെന്നും ഡയസിലിരിക്കണമെന്നും എല്ലാം തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. അതവർ നിർദ്ദേശിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന വേദിയിൽ 6 പേര് അല്ലെങ്കിൽ 7 പേരിൽ കൂടുതൽ വേദിയിൽ പ്രസംഗിക്കാൻ അനുവദിക്കില്ല. സമയം അതാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല. ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ആ പേരുണ്ടായിരുന്നില്ല. ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ജനപ്രതിനിധികളുടെ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ അദ്ദേഹം അവിടുന്ന് പ്രധാനമന്ത്രി അംഗീകരിച്ച അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചതെന്ന ലിസ്റ്റിൽ അത്തരം ചില പേരുകൾ കൂടിയുണ്ട്. ആ പേര് സ്വാഭാവികമായും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുക. അതാണ് നടക്കുന്നത്. ഞങ്ങളിവിടെ LDF കൺവീനർ TP രാമകൃഷ്ണയോ CPI